ഹായ്, വെൽക്കം. ഹായ് മക്കളെ, പ്ലസ് വൺ എക്സാമിനേഷന് നിങ്ങൾക്ക് വരാൻ പോകുന്ന 25 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്. മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് മാർക്സ് ഉറപ്പാണ് എന്ന് ഞാൻ ഉറപ്പ് തരാണ്. സോ നമുക്കൊന്ന് നോക്കിയാലോ മക്കളെ ഈ ചോദ്യങ്ങളൊന്ന്. സോ +1 അതിഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം നോക്കും മക്കളെ. താഴെ പറയുന്ന ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഓർഗാനിസംസ്, കണ്ടോ മക്കളെ, വിച്ച് ഓഫ് ദീസ് ഓർഗാനിസംസ് കോസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റൽസ്? കന്നുകാലികളിൽ മാഡ് കൗ ഡിസീസ് അഥവാ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫാലോപ്പതി കോസ് ചെയ്യുന്നത് ആരാ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഏതാണ് മക്കളെ ആ കറക്റ്റ് ആൻസർ? ഒരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട, അത് പ്രയോൺസ് ആണ് മക്കളെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. അടുത്ത ചോദ്യം സെൽ വോൾ ഡിപ്പോസിറ്റ്സ്. നോക്കൂ മക്കളെ, സെൽ വോൾ ഡിപ്പോസിറ്റ്സ് നോക്കൂ. സെൽ വോൾ ഡിപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റംസിനെ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ റൈറ്റ് എനി ടു യൂസസ് ഓഫ് ഇറ്റ്. ഡയാറ്റമേഷ്യസ് എർത്തിന്റെ 2 ഉപയോഗങ്ങൾ. അതേപോലെ നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഡയാറ്റംസ് ബിലോങ്. അപ്പൊ ഡയാറ്റംസ് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിന്റെ പേര് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് ഒന്ന് പോയാലോ? യെസ്. നോക്കൂ മക്കളെ, ആദ്യം നമുക്ക് അറിയേണ്ടത് ഇതിന്റെ യൂസസിനെ കുറിച്ചാണ്. 2 യൂസസ് ആണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് പോളിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും, ഓക്കെ, ഡയമണ്ട് പോളിഷിങ്. അതേപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞൂടെ. മാത്രമല്ല ഡയാറ്റംസ് ആണ് മക്കളെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ? നെയിം ദ ഗ്രൂപ്പ് വിച്ച് ഡയാറ്റംസ് ബിലോങ്സ്. മക്കളെ, ക്രൈസോഫൈറ്റ്സിലാണ്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാ? പ്രോട്ടിസ്റ്റന്റ് ഗ്രൂപ്പ് അല്ലേ? യെസ്. അപ്പൊ അത് ഓക്കെ ആണല്ലോ. വീണ്ടും നമ്മൾ ഒരു ടേബിൾ തന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് മക്കളെ. ക്വസ്റ്റ്യൻ ഏതാ എന്ന് കിട്ടി. അപ്പൊ ചോദ്യം ഏതാ എന്ന് നോക്കും മക്കളെ. ചോദ്യം നോക്കുക. ഗ്രീൻ ആൽഗിയാണ് കോമൺ നെയിം. അപ്പൊ അതിന്റെ ക്ലാസിന്റെ പേരെന്താ? ഓക്കെ. അതേപോലെ അതിന്റെ സ്റ്റോർഡ് ഫുഡ് ഏതാണ്? അപ്പൊ നമ്മൾ പറയും ക്ലോറോഫൈസിയാണ് മക്കളെ ഗ്രീൻ ആൽഗയുടെ ക്ലാസിന്റെ പേര്. അപ്പൊ സ്റ്റോർഡ് ഫുഡിന്റെ പേരെന്താ? സ്റ്റാർച്ച് ആണ്. അതിലൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. വീണ്ടും നോക്കാം മക്കളെ. ഫയോഫൈസി എന്ന് പറയുന്ന ക്ലാസിന്റെ കോമൺ നെയിം ഏതാണ്? അപ്പൊ ഫയോഫൈസി എന്ന കോമൺ നെയിം ബ്രൗൺ ആൽഗി അല്ലേ? എക്സാക്ട്ലി. അങ്ങനെയാണെങ്കിൽ നോക്കുക മക്കളെ, റോഡോഫൈസി എന്ന റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡ് ഏതാന്ന ചോദ്യം. അത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. സ്റ്റോർഡ് ഫുഡ് ഓഫ് റെഡ് ആൽഗി എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. വീണ്ടും മക്കളെ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം മനസ്സിലാക്കാം മക്കളെ. ചോദ്യം ഇതാണ്. വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ്, നോക്കൂ മക്കളെ, വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് ആർ നോൺ ആസ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം? ഓക്കെ, ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് കടക്കണ്ടേ? Here we go for the answer. മക്കളെ ആൻസർ നോക്കും മക്കളെ. ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല, ബ്രയോഫൈറ്റ്സിനെയാണ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. അങ്ങനെയാണെങ്കിൽ മക്കളെ അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ റീസൺ ചോദിച്ചാൽ നമ്മൾ പറയണം ഈ ചെടികൾ, ദീസ് പ്ലാന്റ്സ് ക്യാൻ ലിവ് ഇൻ സോയിൽ, മണ്ണിൽ ജീവിക്കാം, ബട്ട് ആർ ഡിപ്പെൻഡന്റ് ഓൺ വാട്ടർ ഫോർ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ മക്കളെ ഈ ചെടികൾ മണ്ണിൽ ജീവിക്കും, പക്ഷെ അവർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? വാട്ടർ മസ്റ്റ് ആണ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെറ്റാണോ മക്കളെ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. മോർഫോളജിയിലെ അതിഗംഭീരമായ ഒരു ചോദ്യമാണ്. ചോദ്യം നോക്കൂ മക്കളെ. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം ABCD ആൻഡ് ഐഡന്റിഫൈ ദ പ്ലാസന്റേഷൻ. മക്കളെ ഈ പ്ലാസന്റേഷന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഓരോ പ്ലാസന്റേഷന്റെ പേരും ഞാൻ എഴുതി കാണിക്കട്ടെ മക്കളെ. ഏറ്റവും ആദ്യം നിങ്ങൾ കാണും മാർജിനൽ പ്ലാസന്റേഷൻ. കണ്ടോ? പയറ് ചെടിയാണ് അതിന്റെ എക്സാമ്പിൾ. രണ്ടാമത്തെ നോക്കും മക്കളെ ആക്സിയൽ പ്ലാസന്റേഷൻ. ആക്സിയൽ പ്ലാസന്റേഷനിൽ ടൊമാറ്റോയും ചെമ്പരത്തിയും ഒക്കെ, ചൈന റോസും ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വന്നു. മൂന്നാമത്തെ നോക്കും മക്കളെ പെറൈറ്റൽ പ്ലാസന്റേഷൻ. പെറൈറ്റൽ പ്ലാസന്റേഷൻ, നമ്മുടെ മസ്റ്റാർഡ് ഒക്കെ പെറൈറ്റൽ പ്ലാസന്റേഷന്റെ എക്സാമ്പിൾ ആണ്. നാലാമത്തെ പ്ലാസന്റേഷൻ നോക്കും മക്കളെ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4
പ്ലാസന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പ്ലാസന്റേഷൻ മക്കളെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്തൊരു ഗംഭീരമായ ചോദ്യമാണ്. ഒരു ഫാമിലിയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കൂ മക്കളെ. ഐഡന്റിഫൈ ദ ഫാമിലി. അപ്പൊ ഈ ഒരു ഫ്ലോറൽ ഡയഗ്രം കണ്ടിട്ട് ഇതിന്റെ ഫാമിലി ഏതാണെന്ന് തിരിച്ചറിയണം. നോക്കൂ മക്കളെ, സൊളാനേസിയാണ്. നമുക്ക് ഒരേ ഒരു ഫാമിലിയെ പഠിക്കാനുള്ളൂ, അത് സൊളാനേസിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ മക്കളെ, റൈറ്റ് എനി ടു ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഈ ഫാമിലിയുടെ, ഈ കുടുംബത്തിൽ പെട്ട പൂക്കളുടെ ഏതെങ്കിലും 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. മക്കളെ, ഇൻഫ്ലോറസൻസ് എഴുതാം, ഫ്ലവറിനെ കുറിച്ച് എഴുതാം, കാലിക്സിനെ കുറിച്ച് എഴുതാം, കൊറോളയെ കുറിച്ച് എഴുതാം. അതേപോലെ തന്നെ മക്കളെ ആൻഡ്രീഷ്യം ഗൈനീഷ്യത്തെ കുറിച്ച് എഴുതാം. ഏതെങ്കിലും 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് മക്കളെ. ഇൻഫ്ലോറസൻസ് സോളിറ്ററി ആണോ, അതല്ലെങ്കിൽ ആക്സറി അല്ലെങ്കിൽ സൈമോസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന്. അല്ലെങ്കിൽ ബൈസെക്ഷൽ ആക്ടോമോർഫിക് എന്ന് എഴുതാം. കാലിക്സ് നോക്കും മക്കളെ, സെപ്പൽസ് 5 യുണൈറ്റഡ് ആണ്, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ആണ്. വാൽവേറ്റ് എസ്റ്റിവേഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ കൊറോള നോക്ക്, പെറ്റൽസ് 5 യുണൈറ്റഡ് ആണ്, വാൽവേറ്റ് എസ്റ്റിവേഷൻ ഉള്ള കാര്യം പറയാം. ആൻഡ്രീഷ്യത്തിൽ 5 സ്റ്റേമൻസും എപ്പി പെറ്റലസും ആണെന്ന് എഴുതാം. ഗൈനീഷ്യം നോക്കും മക്കളെ, ബൈകാർപ്പിലറി ആണ്, ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് ആണ്. സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ആണ്, സുപ്പീരിയർ ഏറ്റവും മുകളിലാണ് ഓവറി, ബൈലോക്കുലാർ ആണ്. പ്ലാസെന്റ സ്വള്ളൻ, വേർതിരിക്കും. ഒരുപാട് ഓവ്യൂൾസ് ഉണ്ട്. ആക്സിയൽ പ്ലാസെന്റേഷൻ എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ മക്കളെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിൽ ഏതെങ്കിലും എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്ലാന്റ്സിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നോക്കൂ മക്കളെ, സൊളാനേസിയിലെ ഏതെങ്കിലും 2 പ്ലാന്റ്സ് ചോദിച്ചാൽ നമുക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ എഴുതാം, അതേപോലെ തന്നെ ടൊമാറ്റോ വേണമെങ്കിൽ എഴുതാം. ഇതല്ലാതെ വേറെ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം മക്കളെ. സൊളാനത്തെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, വഴുതനങ്ങയുടെ കേസ് വേണമെങ്കിൽ എഴുതാം. അതും അല്ലെങ്കിൽ നമ്മൾ പുകയില ചെടിയുടെ പേര് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇതൊക്കെ ഏതിലാ വരിക? ഈ പറയുന്ന സൊളാനേസിയ ഫാമിലിയിലാ വരിക മക്കളെ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് വാസ്കുലർ ബണ്ടിൽ, ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് എ ആൻഡ് ബി. മക്കളെ, 2 വാസ്കുലർ ബണ്ടിൽ തന്നിട്ട് ഇത് ഏതാന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് പേര് മാത്രം എഴുതിയാൽ ആദ്യത്തത് റേഡിയൽ ആണ്, രണ്ടാമത്തത് കൺജോയിന്റ് ആണ് എന്ന് മാത്രമല്ല കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയണ്ടേ? യെസ്, അപ്പൊ ഇതിന്റെ ആൻസറിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കും മക്കളെ. റേഡിയൽ വാസ്കുലർ ബണ്ടിലിന്റെ ആൻസർ ഏതാ? സൈലും ഫ്ലോയും within a vascular bundle are arranged in an alternative manner along different radius. കണ്ട, along different വേറെ പൊസിഷനിൽ. അങ്ങനെയാണെങ്കിൽ കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലോ സൈലോം ഫ്ലോയും ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കും. കണ്ടോ മക്കളെ, സെയിം റേഡിയസിൽ. ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ടാവും? ക്യാമ്പിയം ഉണ്ടാവും. അപ്പൊ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. വീണ്ടും അനാറ്റമിയിലെ അടിപൊളിയായിട്ടൊരു ചോദ്യം. ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഫോളോയിങ് ആർ ദ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇവരെ നമ്മൾ എന്താക്കി മാറ്റണം? ഇവരെ നമ്മൾ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് ആക്കി മാറ്റണം. ഈ കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്, സ്റ്റെമ്മിന്റെ ക്യാരക്ടർ ഏത്, റൂട്ടിന്റെ ക്യാരക്ടർ ഏത്, ലീഫിന്റെ ക്യാരക്ടർ ഏത്, ആ രീതിയിൽ ഡിവൈഡ് ചെയ്യണം. നോക്കൂ മക്കളെ, എക്സാർച്ച് സൈലം ഉണ്ട്, അതേപോലെ പ്രസൻസ് ഓഫ് ഹൈപ്പോഡെർമിസ്, അതേപോലെ പാലിസൈഡ് പാരൻകൈമ, അതേപോലെ കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ, എൻഡോഡെർമിസ് വിത്ത് കാസ്പറിയൻ സ്ട്രിപ്സ്, ലാർജ് എംപ്റ്റി ബുള്ളിഫോം സെൽസ്. അപ്പൊ ഇത് ഏതാ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവണ്ട. നോക്കൂ മക്കളെ, കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ അത് സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ്. എൻഡാർക്ക് സൈലമോ, അതും സ്റ്റെമ്മ്. അങ്ങനെയാണെങ്കിൽ റൂട്ടിന്റെ പ്രത്യേകത എക്സാർച്ച് സൈലമാണ്. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ ആരുടെ പ്രത്യേകതയാ? അതും ആരുടെ പ്രത്യേകത മക്കളെ? അതും നമ്മുടെ റൂട്ടിന്റെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഓരോന്നായിട്ട് നോക്കും മക്കളെ, ഞാൻ ഓരോന്നായിട്ട് എടുക്കാം. ഇപ്പൊ എക്സാർച്ച് സ്റ്റൈലം എന്ന് പറയുന്നത് റൂട്ടിന്റെ പ്രത്യേകതയാണ്. കണ്ട, പ്രസൻസ് ഓഫ് ഹൈപ്പോഡെർമിസ് സ്റ്റെമ്മിന്റെ പ്രത്യേകതയല്ലേ മക്കളെ? യെസ്, പാലിസൈഡ് പാരൻകൈമ ആരുടെ പ്രത്യേകതയാ? അത് ലീഫിന്റെ പ്രത്യേകതയാണ്.
കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ അത് സ്റ്റെമ്മിന്റെ പ്രത്യേകതയല്ലേ? എൻഡോഡെർമിസ് വിത്ത് കാസ്പറിയൻ സ്ട്രിപ്സ് അത് റൂട്ടിന്റെ പ്രത്യേകതയല്ലേ? ലാർജ് എംപ്റ്റി ബുള്ളിഫോം സെൽസ് ആരുടെ പ്രത്യേകതയാ? അത് ലീഫിന്റെ പ്രത്യേകതയല്ലേ? ഓക്കെ മക്കളെ, വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ കിടിലൻ ചോദ്യമാണ്. ചോദ്യം നോക്കൂ മക്കളെ, ചോദ്യം ഇതാണ്: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ RER അതായത് റഫ് എൻഡോപ്ലാസ്മെറ്റിക്കലും സ്മൂത്ത് എൻഡോപ്ലാസ്മെറ്റിക്കലും SCRന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അത് നമുക്ക് പറയാനായിട്ട് പറ്റണം. RER എന്താണ്, SCR എന്താണ് എന്നറിയണം. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ കീയിലേക്ക് പോവാണ്. എന്താണ് RER, എന്താണ് SCR എന്നുള്ളത് ഒന്ന് നോക്കാം. നോക്കൂ മക്കളെ, RER എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബിയറിംഗ് റൈബോസോംസ് ഓൺ ദ സർഫേസ്. ഇതാണ് മക്കളെ റഫ് എൻഡോപ്ലാസ്മെറ്റിക്കുലം. അതേസമയം സ്മൂത്ത് എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോട്ട് ബിയറിംഗ് റൈബോസോം. ഇതിനെയാണ് മക്കളെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. വീണ്ടും നോക്കും മക്കളെ, റഫ് എൻഡോപ്ലാസ്മെറ്റിക്കുലത്തിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ. മക്കളെ, ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ. അതേസമയം സ്മൂത്ത് എൻഡോപ്ലാസ്മെറ്റിക്കുലം നോക്കും മക്കളെ, മേജർ സൈറ്റ് ഓഫ് ലിപ്പിഡ് സിന്തസിസ്. കണ്ടോ മക്കളെ, മേജർ സൈറ്റ് ഓഫ് ലിപ്പിഡ് സിന്തസിസ് കണ്ടോ, ആൻഡ് ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ്. അപ്പൊ RER പ്രോട്ടീൻ സിന്തസിസിന് ഇൻവോൾവ് ചെയ്യുമ്പോൾ SCR ലിപ്പിഡ് സിന്തസിസും അതേപോലെ തന്നെ സ്റ്റെറോയിഡൽ ഹോർമോൺസിന്റെ നിർമ്മാണത്തിലാണ് മക്കളെ ഉപയോഗിക്കുന്നത്. വീണ്ടും മക്കളെ അടുത്തൊരു ചോദ്യം നോക്ക്. ഒരു ഇംപ്രൂവ്ഡ് മോഡൽ നോക്കടാ, ഒരു ഇംപ്രൂവ്ഡ് മോഡൽ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആരാ പ്രപ്പോസ് ചെയ്തത്? സിംഗർ ആൻഡ് നിക്കോൾസൺ. എന്താണ് ഈ മോഡലിന് വിളിക്കുന്ന പേര്? ഇപ്പൊ മോഡലിന് വിളിക്കുന്ന പേര് നമുക്കതിന്റെ ആൻസറിലേക്ക് ഒന്ന് പോകാം. നോക്കൂ മക്കളെ, ആ മോഡലിന് വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. എന്താ വിളിക്കുക? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഇപ്പൊ സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത മോഡലാണ് മക്കളെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. അങ്ങനെയാണെങ്കിൽ ഏത് കമ്പോണന്റ് ആണ് ലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്യുന്നത്? അത് തന്നെ ആ പേര് തന്നെ കിട്ടി, ലിപ്പിഡ് ബൈലെയർ അല്ലേ. അടുത്ത നോക്ക് മക്കളെ, ഐഡന്റിഫൈ 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. മക്കളെ, ലിപ്പിഡ് ബൈലെയർ ആയിട്ടുള്ള സെൽ മെംബ്രെയിനിൽ 2 ടൈപ്പ് പ്രോട്ടീനുകൾ ഏതൊക്കെയാ? ഒന്ന് പുറമേ കാണുന്ന പെരിഫറൽ പ്രോട്ടീൻസും ഉള്ളിൽ കാണുന്ന ഇന്റഗ്രൽ പ്രോട്ടീൻസും. മക്കളെ, പുറമേ കാണുന്ന പെരിഫറൽ പ്രോട്ടീൻസും ഉണ്ട്, ഒന്ന് ഉള്ളിൽ കാണുന്ന ഇന്റഗ്രൽ പ്രോട്ടീൻസും ഉണ്ട്. മക്കളെ ഓക്കെ ആണോ? യെസ്, ഡബിൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. അടുത്ത ചോദ്യം ഈ ഡയഗ്രാം തന്നിട്ട് write the name of the stage of mitosis. Write the stage of mitosis in the given figure. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് നോക്കണ്ട മക്കളെ. ഈ സ്റ്റേജ് ഏതാ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കിട്ടും. അത് അനാഫേസ് ആണ് മക്കളെ, ഇത് അനാഫേസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, റൈറ്റ് വൺ മേജർ ഇവന്റ് ഒക്കറിംഗ് ദിസ് സ്റ്റേജ്. മക്കളെ, ഈ ഇവന്റ് മക്കളെ, ഈ ഫേസിൽ നടക്കുന്ന ഒരു മേജർ ഇവന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയും സെൻട്രോമിയർ പൊട്ടും, എന്നിട്ടോ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. കഴിഞ്ഞില്ല മക്കളെ, ക്രോമാറ്റിഡ്സ് മൂവ് ടുവേഴ്സ് ദ ഓപ്പോസിറ്റ് പോൾസ്. ആ ചിത്രത്തിൽ തന്നെ കാണാം, 2 എൻഡിലേക്ക് ക്രോമാറ്റിഡ്സ് മൂവ് ചെയ്യുന്ന മനോഹരമായ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാം മക്കളെ. ഓക്കെ ആണോ? യെസ്, ഡബിൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ് മക്കളെ. നോക്കൂ മക്കളെ, ഐഡന്റിഫൈ ദ സബ്സ്റ്റേജസ് ഓഫ് പ്രോഫേസ് ഫസ്റ്റ് ഓഫ് മിയോസിസ് 1. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ടേക്സ് പ്ലേസ്? മക്കളെ, കുറച്ച് സബ്സ്റ്റേജുകൾ തന്നിട്ടുണ്ട്. ഈ സബ്സ്റ്റേജുകൾ തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇതൊക്കെ ഏത് പ്രോഫേസ് ഫസ്റ്റിൽ വെച്ച് നടക്കുകയാണ്. ഓരോന്നായിട്ട് നോക്കാം. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പ്രോഫേസ് 1 ഏത് സ്റ്റേജിലാണ്? അത് പാക്കറ്റീൻ സ്റ്റേജിലല്ലേ? യെസ്. അടുത്തൊക്കെ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ്? സൈഗോട്ടീൻ സ്റ്റേജിൽ വെച്ചിട്ടല്ലേ? അതെ. അടുത്ത് നോക്ക് മക്കളെ, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ ഡയാകൈനസിസ് സ്റ്റേജിലല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക് മക്കളെ, ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ്? ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ വെച്ചിട്ടല്ലേ മക്കളെ? യെസ്, ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യം ഇതാണ്, ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ആർ ദ 2 സ്റ്റേജസ് ഓഫ് ഫോട്ടോസിന്തസിസ്. മക്കളെ, ഫോട്ടോസിന്തസിന്റെ 2 സ്റ്റേജസ് ആണ്, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. നമ്മളോട് ചോദിക്കുന്നത്
എവിടെ വെച്ചിട്ടാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക? അപ്പൊ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് പോണ്ടേ? യെസ്, നോക്കൂ മക്കളെ, ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. കണ്ടോ മക്കളെ, വീണ്ടും നോക്ക്, വേർ ആർ ഇറ്റ്സ് എൻ പ്രൊഡക്ട്സ്. അതിന്റെ എൻ പ്രൊഡക്ട്സ് നോക്കൂ മക്കളെ, ATPയും NADPHും. ഒരു കാരണവശാലും മറക്കരുത്, ലൈറ്റ് റിയാക്ഷൻ എൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ATPയും NADPH ആണ്. അങ്ങനെയാണെങ്കിൽ കമന്റ് ഓൺ ദ റോൾസ് ഇൻ ഡാർക്ക് റിയാക്ഷൻ. മക്കളെ, ഡാർക്ക് റിയാക്ഷനിൽ ATPയും NADPHും എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറയും ATPയും NADPHും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ കൂടി ആൻഡ് വാട്ടറിന്റെ കൂടെ ഷുഗർ ബയോസിന്തറ്റിക് ഫേസ് അഥവാ ഡാർക്ക് റിയാക്ഷനിൽ എന്തുണ്ടാക്കാൻ ഉപയോഗിക്കും? ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യാനാണ് മക്കളെ ഉപയോഗിക്കുക. വീണ്ടും മറ്റൊരു ഗംഭീരമായ ചോദ്യത്തിലേക്ക് കൊണ്ടുപോവാണ് മക്കളെ. ചോദ്യം നോക്ക്, മറ്റൊരു ഗംഭീരമായ ചോദ്യം. മെൽവിൻ കാൽവിൻ ഡിസ്കവർ ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഗ്രീൻ പ്ലാന്റ്സ്. ചോദ്യം എന്താ നോക്ക് മക്കളെ, വിച്ച് ആർ ദ 3 മെയിൻ സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ? അപ്പൊ നമ്മൾ പറയും കാർബോക്സിലേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, റീജനറേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെയിം ദ എൻസൈം കാറ്റലൈസിങ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഏതാ ഫസ്റ്റ് സ്റ്റേജ്? കാർബോക്സിലേഷനിലെ ആദ്യത്തെ സ്റ്റേജ്. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാ? അതാണ് മക്കളെ റുബിസ്കോ. റുബിസ്കോന്റെ ഫുൾ ഫോം എന്താ? RUBP, കാർബോക്സിലേസ് ഓക്സിഡേസ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കും മക്കളെ, വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് എൻസൈം? ഈ എൻസൈമിന്റെ പെക്യുലാരിറ്റി എന്താന്നാ ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ, ഇറ്റ് കാറ്റലൈസസ് കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്. ഒരെണ്ണം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാം, മോസ്റ്റ് എബണ്ടന്റ് എൻസൈം. ഇങ്ങനെയും മക്കളെ വേണമെങ്കിൽ എഴുതാം, മോസ്റ്റ് എബണ്ടന്റ് എൻസൈം ഇൻ ദ ബയോസ്ഫിയർ. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം മക്കളെ. നമ്മുടെ ബയോസ്ഫിയറിലെ ഏറ്റവും എബണ്ടന്റ് ആയിട്ടുള്ള എൻസൈമാണ് ഈ കാണുന്നത്. ആര്? റുബിസ്കോ. ഓക്കെ ആണോ മക്കളെ? ഡബിൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും മറ്റൊരു ചോദ്യം നോക്ക്, ഒരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ മക്കളെ, ഈ ഫിഗർ നോക്കിയിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. നോക്കൂ മക്കളെ, റൈറ്റ് ദ നെയിം ഓഫ് ദ സൈക്കിൾ. ഈ സൈക്കിളിന്റെ പേര് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മക്കളെ? സൈക്കിൾ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. എവിടെയോ കണ്ടുമറന്ന സൈക്കിൾ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ അറിയണ്ടേ? യെസ്, ഈ സൈക്കിൾ നോക്കി. ഈ സൈക്കിളാണ് മക്കളെ ക്രബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. മക്കളെ, +1 പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി കണക്കാക്കുന്നത് ഈ ചോദ്യമാണ്. ഈ ക്രബ്സ് സൈക്കിളിനെ വേറെ പേരിൽ വിളിക്കാമോ? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കും മക്കളെ, ഐഡന്റിഫൈ A and B. മക്കളെ, ഈ സൈക്കിളിൽ A എന്നും ലേബൽ ചെയ്തിട്ടുണ്ട്, B എന്നും ലേബൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ A ആരാണ്, B ആരാണ് എന്നൊന്നും അറിയണ്ടേ? 4 കാർബൺ ആണ് A, 6 കാർബൺ ആണ് B. ഇത് ആരായിരിക്കും ഈ കോമ്പൗണ്ട്? കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? A എന്ന് പറയുന്നത് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആണ്. ഓക്സാലോ അസെറ്റിക് ആസിഡ് ആണ് 4 കാർബൺ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, സിട്രിക് ആസിഡ് ആണ് 6 കാർബൺ കോമ്പൗണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടുമില്ല മക്കളെ. മറ്റൊരു ചോദ്യത്തിലേക്കാണ്. ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ +1 പബ്ലിക് എക്സാമിനേഷനിൽ ചോദിച്ച ഒരു റെസ്പിറേഷൻ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം നോക്കൂ മക്കളെ, ഡിഫൈൻ റെസ്പിറേഷൻ. റൈറ്റ് ദ RQ വാല്യൂ. മക്കളെ നോക്കടാ, റൈറ്റ് ദ RQ വാല്യൂ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ചോദിക്കുന്നത്. RQ ഒരു ഫോർമുല പോലെ നമുക്ക് എഴുതാം, അതല്ലെങ്കിൽ തിയറി പോലെ നമുക്ക് എഴുതാം. മക്കളെ, ഇതിന്റെ ആൻസർ നോക്കും മക്കളെ. എന്താണ് RQ വാല്യൂ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ദ റേഷ്യോ. മക്കളെ നോക്കടാ, ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾ. ഹൂ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തള്ളുന്നു, ഹൂ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾ to the volume of oxygen consumed in respiration. അതിനെയാണ് മക്കളെ റെസ്പിറേറ്ററി കോഷൻ അഥവാ റെസ്പിറേറ്ററി വാല്യൂ എന്ന് വിളിക്കും. കൃത്യമായിട്ട് ഇത് എഴുതി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ മറ്റൊരു ചോദ്യം നോക്ക്, എന്താണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിന്റെ RQ വാല്യൂ? മക്കളെ, കാർബോഹൈഡ്രേറ്റിന്റെ RQ എത്രയാന്ന് ചോദ്യം വന്നാൽ അത് എപ്പോഴും ആലോചിക്കണം, അത് 1 ആണ്. അതെന്താ കാരണം എന്നും കൂടെ വേണമെങ്കിൽ അറിയാം. മക്കളെ, 6 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഓക്സിജൻ ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്? 6 ഓക്സിജനിൽ എടുക്കുന്നത്. അപ്പൊ 1 അല്ലേ മക്കളെ അതിന്റെ ആൻസർ? 1 is the right answer. Is it right? മക്കളെ, വീണ്ടും നമ്മൾ
അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ഗംഭീരമായ ചോദ്യം നോക്ക് മക്കളെ. അടുത്ത ഗംഭീരമായ ചോദ്യം നോക്ക്. ഒബ്സർവ് ദ ഗിവൺ ഗ്രാഫ്. എന്നിട്ട് നമ്മളോട് പറയാണ് നെയിം ദ ഗ്രോത്ത് കർവ്. കണ്ട മക്കളെ, നെയിം ദ ഗ്രോത്ത് കർവ്. ഈ ഗ്രോത്ത് കർവിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണം മക്കളെ. അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കണ്ടേ? യെസ്, അതിന്റെ ഗ്രോത്ത് കർവ് ഏതായി നമുക്ക് നോക്കാം. ഇതാണ് മക്കളെ സിഗ്മോയിഡ് കർവ്. എന്താ മക്കളെ നമ്മൾ വിളിക്കുന്നത്? സിഗ്മോയിഡ് അഥവാ എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ്. അപ്പൊ ഗ്രോത്ത് കർവ് ഒന്ന് നോക്കും മക്കളെ. ഇതാണ് ജോമെട്രിക് ഗ്രോത്ത് റേറ്റിൽ നമ്മൾ പഠിക്കുന്ന ഗ്രോത്ത് കർവ്. അത് എസിന്റെ ആകൃതിയിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കും മക്കളെ, നെയിം ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഗ്രോത്ത് റെപ്രസെന്റഡ് ആസ് എ ബി സി. മക്കളെ, ഇതിൽ ഓരോന്നിനെയും നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഏതൊക്കെയാണ് ഓരോന്നും നോക്കും മക്കളെ. എ എന്താ, ബി എന്താ, സി എന്താ എന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പൊ ഓരോന്നായിട്ട് നോക്കും മക്കളെ. എ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? എ ആണ് മക്കളെ ലാഗ് ഫേസ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ബി ചോദിച്ചാലോ? ബി ഒന്നെങ്കിൽ ലോഗ് ഫേസ് എന്ന് വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫേസ്. കണ്ടോ മക്കളെ? ഒന്നെങ്കിൽ ലോഗ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫേസ്. കണ്ടോ? എക്സ്പൊണൻഷ്യൽ ഫേസ്. അപ്പൊ ആദ്യത്തത് ലാഗാണ്, രണ്ടാമത്തത് ലോഗാണ്. അപ്പൊ മൂന്നാമത്തത് എന്താ? മൂന്നാമത്തത് സ്റ്റേഷനറി ഫേസ് ആണ് മക്കളെ. മൂന്നാമത്തത് സ്റ്റേഷനറി ഫേസ് ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ലേബൽ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ലാഗ് ഫേസ്, ലോഗ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. ഓക്കെ ആണോ മക്കളെ? ഒരൊറ്റ ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സൂപ്പർ 25 അവസാനിപ്പിക്കുകയാണ് മക്കളെ. ചോദ്യം നോക്കും മക്കളെ. റൈറ്റ് ദ നെയിം ഓഫ് എ സിമ്പിൾ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. മക്കളെ, ഒരു സിമ്പിൾ ഗേഷ്യസ് ഹോർമോണിന്റെ പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഗേഷ്യസ് ഫൈറ്റോ ഹോർമോണിന്റെ ഒരേ ഒരു ഗേഷ്യസ് ഹോർമോൺ ഉള്ളു മക്കളെ, അത് എത്തിലിനാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, വാട്ട് ഇസ് മെൻ ബൈ റെസ്പിറേറ്ററി ക്ലൈമാക്റ്റിക്? എത്തിലിന്റെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നതാണ് ക്ലൈമാക്റ്റിക് റെസ്പിറേഷൻ. അപ്പൊ എന്താണ് ഈ ക്ലൈമാക്റ്റിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മൾ പഠിക്കണം ഇൻക്രീസ് ഇൻ റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിങ് റൈപ്പനിങ് ഓഫ് ദ ഫ്രൂട്ട്സ്. അതായത് പഴുക്കുന്ന സമയത്ത് റെസ്പിറേഷന്റെ റേറ്റ് കുത്തനെ കൂടും. എത്തിലിനല്ലേ പഴുപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ പഴുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റെസ്പിറേഷന്റെ റേറ്റ് കൂടുന്നതിനെയാണ് മക്കളെ ക്ലൈമാക്റ്റിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ മക്കളെ. 25 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ അടിപൊളിയായിട്ട് ഇത് പഠിക്കണം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മക്കളെ. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പൂളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. താങ്ക് യു, ബൈ.